ശ്രീ ജയകുമാറിന് എന്ത് തോന്നിയിരുന്നു? കുട്ടികൾക്ക് ഒരു അംഗീകാരം, ഒരു പരാമർശമെങ്കിലും പിന്നെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണമായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ആ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ടിരുന്നു. അതിലെ ക്യാരക്ടർ റോൾ അഭിനയിച്ച് ശ്രീകുട്ടനെക്കാട്ടി നന്നായി എനിക്ക് നമ്മുടെ സ്കൂൾ ലീഡറായിട്ട് അഭിനയിച്ചില്ലേ ജയിച്ചത്, ആ കുട്ടി നല്ല അഭിനയമായിരുന്നു. ആശയം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വെച്ചു. തമിഴ്നാട്ടിലൊക്കെ ബാക്ക് ബെഞ്ച് ഇല്ലാത്ത സ്കൂളുകളെ കുറിച്ച് അവർ ആലോചിച്ചു തുടങ്ങി. അങ്ങനെ വലിയൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ് ഒരു സിനിമ. മാറ്റില്ലേ, സമൂഹത്തെ എത്രമാത്രം വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിച്ചില്ലേ ആ ചിത്രം? അതെ, കുട്ടികളുടെ അഭിനയത്തിന് അവാർഡ് കൊടുക്കണ്ട, ആശയത്തിനല്ല. നമ്മളെന്തും സമൂഹത്തിന് എന്തോ ആശയ സിനിമ, ഒരു സിനിമയും അങ്ങനെ സമൂഹത്തിന് ആശയങ്ങൾ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഹൻലാലിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, മറ്റേ കൊന്നു കുഴിച്ചു മൂടിയത്, അത് നമുക്ക് സമൂഹത്തിന് ആശയമായിട്ട് എടുക്കാവുന്നതാണ്. അല്ല, അപ്പം ഈ അവരുടെ അഭിനയത്തിനാണ് നമ്മൾ അവാർഡ് കൊടുക്കണ്ടേ അങ്ങനെയാണെങ്കിൽ. തന്നെയല്ല, നമ്മുടെ കേരളത്തിൽ എത്രയോ നല്ല നാട്ടുകാരുണ്ട് ഇതിനെപ്പറ്റി നല്ല ജൂറിയായിട്ടുള്ള ഒരു പ്രകാശ് രാജിനെ കൊണ്ടുവന്ന് ഇതെല്ലാം ഞാൻ രാഷ്ട്രീയം പറയല്ല, ഈ അവാർഡ് കൊടുത്ത രീതി, ആ എറമിന്റെ അകത്ത് നമ്മളെ ടൊവിനോ ആ കള്ളന്റെ വ്യക്ത ഭംഗിയായിട്ടാ ചെയ്തിരിക്കുന്നത് അറിയാം. പക്ഷെ ആസിഫ് അലി അഭിനയിച്ചു, മമ്മൂട്ടി അഭിനയിച്ചു, ഇവർക്ക് 3 പേർക്കും കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ മോഹൻലാലിനെ കൊണ്ടുവന്ന് നമ്മളൊരു ആദരവ് കൊടുത്തു, അടുത്ത മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കൊടുത്തു, വേടന് പിന്നോക്കക്കാരെന്നും പടിയേക്കാരെന്നും പറഞ്ഞ വേടനൊരു അവാർഡ് കൊടുത്തപ്പം ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനൊരു അതിന്റെ സ്റ്റാൻഡാണിത്. അല്ലാതെ സത്യസന്ധമായി നോക്കി കൊടുത്തുള്ള അവാർഡ് അല്ല ഇത്. എല്ലാ സമൂഹത്തിലും എല്ലായിടും ഒരു ഇടപെടല് നടത്തി. ഗൗതം എന്നോട് പറയുന്നത് മനുവിന് ഭയങ്കര വേദനയാണ് നിങ്ങളുടെ രാഷ്ട്രീയം കാണാൻ